എൻ്റെ സുഹൃത്തും കേരളത്തിലെ അറിയപ്പെടുന്ന സ്വതന്ത്ര ചിന്തകനുമായ ഡോക്ടർ ശ്യാംകുമാർ ഒരു പത്രത്തിൽ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണവും നിയമ നടപടികളും ഭീഷണികളും ഒക്കെ വരുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്യാംകുമാറിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തിനും ആദ്യമായി തന്നെ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ, ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ഏതു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെയും മതത്തിൻ്റെ കഥകളെയും വിശ്വാസങ്ങളെയും ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടെ എല്ലാവർക്കുമുണ്ട്. അത് പ്രസിദ്ധപ്പെടുത്താനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തന്നെ ഇവിടുത്തെ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ മതവിമർശനം നടത്തിയ ആളുകളെയോ അല്ലെങ്കിൽ മതപുരാണങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ വ്യക്തികളെയോ പത്രങ്ങളെയോ ഒക്കെ അധിക്ഷേപിക്കുന്നതും അവർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും ജനാധിപത്യ വിരുദ്ധമാണ്, പ്രതിഷേധാർഹമാണ്. ഒരിക്കൽ കൂടി ഞാൻ ശ്യാംകുമാറിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിനെതിരായിട്ട് നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും മറ്റും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പലതരത്തിലുള്ള വിവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഡോക്ടർ ശ്യാംകുമാർ തൻ്റെ അഭിപ്രായങ്ങൾ എഴുതാൻ തിരഞ്ഞെടുത്ത പത്രം ഉചിതമായില്ല എന്ന അഭിപ്രായം ചില ആളുകൾ പ്രകടിപ്പിച്ചതായിട്ടും കണ്ടു. അതേക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദികൾക്ക് ആശ്രയിക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളും രണ്ട് TV ചാനലുകളുമാണ് ഇന്ന് എൻ്റെ പരാമർശങ്ങൾക്ക് വിധേയമാകുന്നത്. നിങ്ങൾ യുക്തിവാദപരമായ മതവിമർശനപരമായ ലേഖനങ്ങളോ അത്തരത്തിലുള്ള കണ്ടൻറ്റുകളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഡിറ്റിങ്ങും കൂടാതെ, വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എരിവും പുളി ചേർത്തിട്ട് അത് അതേപടി പച്ചക്ക് പ്രസിദ്ധീകരിക്കാനും പരസ്യപ്പെടുത്താനും തയ്യാറുള്ള രണ്ട് മാധ്യമ സംഘങ്ങളാണ് കേരളത്തിലുള്ളത്. അതിലൊന്ന് ജന്മഭൂമി പത്രവും അവരുടെ TV ചാനലായിട്ടുള്ള ജനം TVയുമാണ്. മറ്റൊന്ന് മാധ്യമം പത്രവും അവരുടെ ചാനലായിട്ടുള്ള മീഡിയ വൺ ചാനലുമാണ്. ഇവരാണ് കേരളത്തിലെ യുക്തിവാദികൾക്ക്, സ്വതന്ത്ര ചിന്തകർക്ക്, മതവിമർശകർക്ക് ആശ്രയിക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. മതവിമർശനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ എതിരായിട്ട് എഴുതുന്ന സൃഷ്ടികൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ രണ്ട് പത്രങ്ങളിലേക്കും അയക്കാം. ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ അവർ രണ്ട് കൂട്ടരും അത് പ്രസിദ്ധീകരിക്കും. ഇവരുടെ ഈ TV ചാനലുകളിലും അത്തരത്തിലുള്ള കണ്ടൻറ്റുകളുമായിട്ട് നിങ്ങൾ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടിടത്തും ഇടം കിട്ടും. പക്ഷേ ചെറിയ ഒരു നിബന്ധന രണ്ട് കൂട്ടർക്കുമുണ്ട്. അതിലൊന്ന്, ജന്മഭൂമി ജനം TV കൂട്ടക്കാർക്ക് ഒരു ചെറിയ നിബന്ധനയുള്ളത്, ഹിന്ദു മതത്തെ ഒഴിച്ചുള്ളതായിരിക്കണം നിങ്ങളുടെ വിമർശനങ്ങൾ. അതായത് നിങ്ങളുടെ മതവിമർശനമോ അന്ധവിശ്വാസ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഹിന്ദു മതത്തെ സ്പർശിക്കുന്നതായിരിക്കരുത് എന്ന ഒരു ചെറിയ നിബന്ധന മാത്രമേ ജന്മഭൂമി ജനം TV കക്ഷികൾക്കുള്ളൂ. ബാക്കി ഏത് മതത്തെക്കുറിച്ചുള്ള, ബാക്കി എന്ത് അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള എന്ത് കണ്ടൻറ്റും വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് അവരുടെ ഈ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയും. ഇപ്പുറത്ത് മാധ്യമത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ചെറിയ നിബന്ധനയുണ്ട്. ഒന്ന്, ഇസ്ലാം മതത്തെയോ ജമാഅത്തെ ഇസ്ലാമിയെയോ നെഗറ്റീവായിട്ട് സ്പർശിക്കുന്നതായിരിക്കരുത് നിങ്ങളുടെ മതവിമർശനം, നിങ്ങളുടെ യുക്തിവാദം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യുക്തിവാദത്തിന് ഞങ്ങൾ യഥേഷ്ടം പേജുകളും ഇടങ്ങളും നൽകാം എന്നതാണ് അവരുടെ നിലപാട്. അപ്പോൾ നിങ്ങൾക്ക് മതവിമർശനവും അന്ധവിശ്വാസ വിരുദ്ധ ആശയപ്രചരണവും ഒക്കെ നടത്താൻ മാധ്യമം പത്രം ഉപയോഗിക്കാം, മീഡിയ വൺ ചാനൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു ചെറിയ നിബന്ധനയുള്ളൂ, നിങ്ങൾ വിമർശിക്കുന്ന മതം ഇസ്ലാം ആകരുത് എന്നൊറ്റ നിബന്ധനയുള്ളൂ. ബാക്കിയുള്ള ഏത് മതത്തെക്കുറിച്ചും നിങ്ങൾക്ക് എത്ര മോശമായ രീതിയിലും എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പറയാം. അതിനൊക്കെയുള്ള അവസരം അവർ തരും. അപ്പോൾ കേരളത്തിലെ യുക്തിവാദികൾക്ക് ആശ്രയിക്കാവുന്ന രണ്ട് പ്രധാന മാധ്യമങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കൂട്ടരും. നേരെ മറിച്ച് നിങ്ങൾ മനോരമയിലോ മാതൃഭൂമിയിലോ അതുപോലുള്ള ഏതെങ്കിലും പൊതു
മുഖ്യധാരയിലുള്ള ഏതെങ്കിലും ഒരു പത്രത്തിലേക്കോ നിങ്ങൾ മതത്തെ പച്ചയായി വിമർശിക്കുന്ന ഒരു ലേഖനം അയച്ചു കഴിഞ്ഞാൽ അവരത് കൊട്ടയിലിടുകയുള്ളൂ, അവർ പ്രസിദ്ധീകരിക്കില്ല. കാരണം നമ്മുടെ പൊതുബോധം അനുസരിച്ച് അത്തരം ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് വളരെ അപകടമാണ്. അതിനൊന്നും നമ്മുടെ സമൂഹമായിട്ടില്ല, അതുകൊണ്ട് അവരാരും അത് പ്രസിദ്ധീകരിക്കില്ല. പക്ഷേ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യുക്തിവാദം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന 2 പത്രങ്ങളാണ് ജന്മഭൂമിയും മാധ്യമവും. ഇതിൽ മാധ്യമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം മാധ്യമമാണ് നമ്മുടെ ഡോക്ടർ ശ്യാംകുമാറിൻ്റെ രാമായണ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരവസരമാണ് കിട്ടിയത് എന്ന മട്ടിൽ സംഘപരിവാറും കൂട്ടരും അദ്ദേഹത്തിനെതിരായിട്ടും മാധ്യമത്തിനെതിരായിട്ടും ഒക്കെ ഇന്ന് ഉറഞ്ഞു തുള്ളുന്നത്. കാരണം കേരളത്തിലെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം, അതിൻ്റെ വർഗീയത പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ആ രാഷ്ട്രീയത്തിന് ഇന്ധനം പകരുന്ന എന്ത് പ്രവൃത്തികൾ നടന്നാലും എന്തെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ അതൊക്കെ ഉചിതമായ സമയത്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അവർ രംഗത്ത് വരും. ഇപ്പുറത്തുള്ളവരും അങ്ങനെ തന്നെയാണ്. ഈ മാധ്യമം എന്ന് പറയുന്ന പത്രം ആരംഭിക്കുന്നത് 80കളിലാണ്. ഞാനൊക്കെ ആ കാലത്ത് വളരെ സജീവമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരെ, മാതൃഭൂമി, ദേശാഭിമാനി തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ വരെ നിരന്തരമായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതി അയക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നൊരു കാലമാണ്. അതിനൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഒരു വലിയ കെണിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. മുസ്ലിം രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിൽ വലിയൊരു സംഘർഷം നടക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഷാബാനു കേസിൻ്റെ വിധി വരുന്നതിനെ തുടർന്ന് EMS ശരീഅത്തിനെതിരായിട്ട് ചില പരാമർശങ്ങൾ നടത്തി. അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും തമ്മിൽ വലിയൊരു ഇടയലുണ്ടാവുന്നത്. ആ സന്ദർഭം പരമാവധി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരിശ്രമിച്ചിട്ടുള്ള മുസ്ലിം വർഗീയവാദികളുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു കൂട്ടരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ വർഗീയ സംഘടന. വർഗീയ സംഘടന എന്ന് പറഞ്ഞാൽ പോരാ, ജമാഅത്തെ ഇസ്ലാമി സാധാരണ വർഗീയതയേക്കാളൊക്കെ അപകടം പിടിച്ച ഒരു സാധനമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അങ്ങനെ ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു പൊതു പത്രം ഉണ്ടായിരുന്നില്ല. ചന്ദ്രിക എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പത്രം മാത്രമാണ് അന്നൊരു മുസ്ലിം പത്രമായിട്ടുണ്ടായിരുന്നത്. ആ ചന്ദ്രിക മാത്രം പോരാ, മുഖ്യധാര മാധ്യമങ്ങളിൽ, മാതൃഭൂമി പോലുള്ള പത്രങ്ങളിലൊക്കെ അന്ന് ഈ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് അനുകൂലമായിട്ടും ശരീഅത്തിനെതിരായിട്ടുമൊക്കെയുള്ള ലേഖനങ്ങൾ, ഞങ്ങളുടെയൊക്കെ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു വരുന്നൊരു കാലത്ത് ഇതിനെല്ലാം ചെറുക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു പൊതു സ്വീകാര്യതയുള്ളൊരു പത്രം മുസ്ലിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുകയും അതിന് പറ്റിയ അവസരമാണിത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്ന് തുടങ്ങിയതാണ് ഈ മാധ്യമം എന്ന് പറയുന്ന പത്രം. വാർത്താമാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന ഒരു പരസ്യവാചകമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ പത്രം രംഗത്ത് വരുന്നത്. 1987 എൻ്റെ ഓർമ്മ ആ പത്രം തുടങ്ങുന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന ആ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ കപടമുഖങ്ങളും മുഖമൂടികളും ആട്ടിൻതോലുകളും എടുത്തണിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതു മതേതര സമൂഹത്തെ, പൊതു ലിബറൽ സമൂഹത്തെ കബളിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു തുടങ്ങിയത് ആ കാലത്താണ്. അതിനു മുമ്പ് തന്നെ അവർ ഈ കാപഢ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭൂലോക കാപഢ്യത്തിൻ്റെ ഒരു പ്രതിനിധി സംഘമാണ്. ഇത്രയും കപടതയുള്ള, ഇത്രയും തട്ടിപ്പുള്ള, ഇത്രയും മുഖമൂടികളുള്ള മറ്റൊരു പ്രസ്ഥാനവും ഈ പ്രപഞ്ചത്തിലുണ്ടാവാൻ സാധ്യതയില്ല. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ മൗദൂദി രാഷ്ട്രീയം കേരള സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കണമെങ്കിൽ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന മതേതര പൊതുബോധമാണ്, ജനാധിപത്യ പൊതുബോധമാണ്. ഈ മതേതര ജനാധിപത്യ പൊതുബോധം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റിയ ചരക്കല്ല ജമാഅത്തെ ഇസ്ലാമി പ്രതിദാനം ചെയ്യുന്ന മൗദൂദി രാഷ്ട്രീയം എന്ന് പറയുന്നത്, മൗദൂദിസം എന്ന് പറയുന്നത്. അപ്പം മൗദൂദിസം ഇവിടെ വിൽക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ മതേതര പൊതുസമൂഹത്തെ കബളിപ്പിക്കേണ്ടതുണ്ട്, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ ഇല്ലാതാക്കേണ്ടതുണ്ട്. അതിന് വേണ്ട തന്ത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ കണ്ടെത്തിയ ഒരു വലിയ, വളരെയധികം വിജയിച്ച ഒരു തന്ത്രമായിരുന്നു
ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കൊപ്പം ഞങ്ങളും ഇതാ ഒരു മുഖ്യധാര മാധ്യമമാണ്, ഒരു പൊതു മതേതര ജനാധിപത്യ മാധ്യമമാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഈ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം അവർ തുടങ്ങുന്നത്. പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഒരുപാട് തന്ത്രങ്ങൾ ഈ മാധ്യമത്തിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. നേരിട്ട് ആ കാലത്തൊക്കെ ഇതിനെ നിരീക്ഷിച്ചിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്കറിയാം. മാധ്യമം തുടങ്ങുമ്പോൾ ആദ്യം അതിൻ്റെ മുഖ്യ പത്രാധിപരായിട്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടി മാധ്യമത്തിൻ്റെ ആളുകൾ കേരളത്തിലെ മതേതര പൊതു ബുദ്ധിജീവികളെ മുഴുവൻ സമീപിച്ചിട്ടുണ്ട്. അവരാദ്യം സുകുമാർ അഴീക്കോടിനെ സമീപിച്ചു, NV കൃഷ്ണവാര്യരെ സമീപിച്ചു. അങ്ങനെ ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളെ പലരെയും സമീപിച്ചു. അവരാവശ്യപ്പെട്ടത് ഞങ്ങളെ പത്രത്തിൻ്റെ പത്രാധിപർ എന്ന ഒരു പേര് നിങ്ങളുടെ പേരിൽ അച്ചടിച്ചാൽ മാത്രം മതി, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന മട്ടിലാണ് ഇവരെയൊക്കെ സമീപിച്ചത്. പക്ഷേ ഈ പറഞ്ഞവരൊന്നും അതിന് തയ്യാറായില്ല. കാരണം അവർക്കൊക്കെ കുറച്ചൊക്കെ അറിയാമായിരുന്നു ഇവരാരാണെന്നുള്ളത്. അതുകൊണ്ട് സുകുമാർ അഴീക്കോടൊന്നും തയ്യാറായില്ല, കൃഷ്ണവാര്യരൊന്നും അതിന് കിട്ടിയില്ല. അവസാനം അവർക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടി, PK ബാലകൃഷ്ണനെ കിട്ടി. PK ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനും അറിയപ്പെടുന്ന സാഹിത്യകാരനൊക്കെ ആയിരുന്നു. PK ബാലകൃഷ്ണൻ അവസാനം ഇവരുടെ കെണിയിൽ വീണു. അദ്ദേഹം ചീഫ് എഡിറ്റർ ആവാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോടും പറഞ്ഞത് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, പണിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ചീഫ് എഡിറ്ററുടെ പണി അബ്ദുറഹ്മാൻ എടുക്കും, പേര് ഇദ്ദേഹത്തിൻ്റെതായിരിക്കും, ഒഫീഷ്യലായിട്ട് ലീഗലായിട്ട് പത്രത്തിൻ്റെ പത്രാധിപർ എന്ന പേര് PK ബാലകൃഷ്ണൻ്റെ പേര് വരും. ഇങ്ങനെയാണ് അവർ പത്രം തുടങ്ങിയത്. അപ്പോൾ PK ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു മുസ്ലിം പേരില്ലാത്ത ഒരു പൊതു സ്വീകാര്യനായ ബുദ്ധിജീവിയെ മുഖ്യ പത്രാധിപ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഒരു പത്രം തുടങ്ങിയാൽ ആ പത്രം മാതൃഭൂമി പോലെ മനോരമ പോലെയൊക്കെയുള്ള ഒരു പത്രമായിട്ട് കേരള പൊതുസമൂഹം തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം. എന്ന് മാത്രമല്ല, ആ പത്രം വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം തുടങ്ങിയത്. പരസ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ആദർശം പറഞ്ഞ ഒരേ ഒരു പത്രമേ കേരളത്തിലുള്ളൂ. ഞങ്ങൾ ലോട്ടറിയുടെ പരസ്യം കൊടുക്കില്ല, ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഫലം പോലും പ്രസിദ്ധീകരിക്കില്ല, സിനിമയുടെ പരസ്യം കൊടുക്കില്ല, സ്ത്രീകളുടെ ചിത്രമുള്ള പരസ്യങ്ങൾ കൊടുക്കില്ല എന്നൊക്കെയായിരുന്നു അന്ന് ഇവരാദ്യം ആദർശമായിട്ട് പ്രഖ്യാപിച്ചത്. പരസ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ മൂല്യങ്ങൾ പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ മൂല്യാധിഷ്ഠിത മാധ്യമപ്രവർത്തകരായിട്ടൊക്കെ ചമയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇവർക്ക് വേറൊരു മൂല്യം കൂടെ ഉണ്ടായിരുന്നു. അതവർ പരസ്യമായി പ്രഖ്യാപിച്ചില്ല, പക്ഷേ നടപ്പിലാക്കി. ആ മൂല്യം ഇതായിരുന്നു: ഞങ്ങളുടെ പത്രം ഓഫീസിലോ പത്രപ്രവർത്തന രംഗത്തോ ഒരൊറ്റ പെണ്ണിനെയും അടുപ്പിക്കില്ല, പെണ്ണുങ്ങൾ വേണ്ട എന്നതായിരുന്നു. അങ്ങനെ ഈ പത്രം തുടങ്ങുന്ന കാലത്ത് മാധ്യമത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് അവരുടെ ഓഫീസിലോ എവിടെയും സ്ത്രീകളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകളുടെ അസാന്നിധ്യം ഒരു മൂല്യമായിട്ട് കരുതുകയും അത് നടപ്പിലാക്കുകയും സ്ത്രീകളുടെ ചിത്രമുള്ള പരസ്യങ്ങൾ പോലും നൽകുകയില്ല, ലോട്ടറി പരസ്യങ്ങൾ നൽകുകയില്ല, സിനിമാ പരസ്യങ്ങൾ നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ പത്രം ഒരു മതേതര മുഖമൂടി അണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാപട്യങ്ങൾ കളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അന്ന് ഇവരുടെ കാപട്യങ്ങളെ തുറന്നു കാണിക്കാൻ കേരളത്തിൽ പൊതുവെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ, ഹമീദ് ചേന്നമംഗല്ലൂരിനെ പോലെ, MN കാരശ്ശേരിയെ പോലെയുള്ള കുറച്ച് പേര് മാത്രമാണ് അന്ന് നിരന്തരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കാപട്യങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുടെ ഒന്നും ശബ്ദങ്ങൾ വേണ്ടത്ര കേരളത്തിലെ പൊതുസമൂഹം ശ്രവിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ മതേതര പൊതുസമൂഹം ഇവരാഗ്രഹിച്ചതുപോലെ തന്നെ ഇവരെ ഒരു പൊതുധാരയിലുള്ള ഒരു പുരോഗമനവാദികളായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ കപടനാട്യക്കാർ വലിയ തോതിൽ വിജയിച്ചു. അങ്ങനെയാണ് മാധ്യമം കേരളത്തിൽ ഒരു സ്വീകാര്യതയുള്ള പത്രമായിട്ട് മാറുന്നത്. പിന്നീട് അവർ TV ചാനൽ തുടങ്ങുമ്പോഴും ഈ പത്രത്തിൻ്റെ ഭാഗമായി തന്നെ അവർ വീക്കിലി തുടങ്ങുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. വീക്കിലി തുടങ്ങിയപ്പോൾ അവർ കുറച്ചും കൂടെ അവരുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരുടെ മതമോ ഒന്നും തീരെ ഉൾപ്പെടുത്താതെ പൊതുമതേതര വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയും അത്തരത്തിലുള്ള ആളുകളെ എല്ലാം പ്ലേസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മറ്റൊരു വലിയ കാപട്യം കൂടി അവർ കാണിച്ചു. അങ്ങനെ അവർ കേരളത്തിലെ യുക്തിവാദികൾ ഉൾപ്പെടെ മതേതര ബുദ്ധിജീവികളായിട്ടുള്ള മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് മറ്റു മുഖ്യധാരയിലൊന്നും ഇടം കിട്ടാതെ നടക്കുന്ന തീവ്ര ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളെയൊക്കെ അവർ ഈ പത്രത്തിലൂടെയും ഇവരുടെ മാധ്യമത്തിലൂടെയും ക്ഷണിച്ചു വരുത്തി അവർക്കൊക്കെ ഇടം നൽകി. അപ്പോൾ ഇടം കിട്ടാതെ നടന്നിരുന്ന ഈ തീവ്ര ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ മാധ്യമത്തിലേക്ക് വന്നുകൂടി അവരുടെ സ്ഥിരമായ എഴുത്തുകളും മറ്റും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അതുപോലെ തന്നെ
മുഖ്യധാരയിലുള്ള ഒരുപാട് ബുദ്ധിജീവികളെ അവർ മാധ്യമത്തിൽ ഇടം നൽകിക്കൊണ്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഇവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം ആദ്യം പറഞ്ഞ ഒരു നിബന്ധനയാണ്. അതായത് ഏത് വിഷയത്തെക്കുറിച്ച് എത്ര പുരോഗമനം വേണമെങ്കിലും ആർക്കും പറയാം, പക്ഷേ ഇസ്ലാമിനെയോ ജമാഅത്തെ ഇസ്ലാമിയെയോ കുറിച്ച്, പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന നിലപാട് അവർക്ക് കർക്കശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരുപാട് മതേതര ബുദ്ധിജീവികൾ ഈ മാധ്യമം പത്രത്തെ പ്രയോജനപ്പെടുത്തി. യുക്തിവാദികളും സ്ഥിരമായിട്ട് മാധ്യമത്തിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. പവനൻ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന, സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന, നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയ പവനൻ എന്ന യുക്തിവാദി നേതാവ് മാധ്യമത്തിൽ പങ്ക്തി എഴുതിയിരുന്നു, സ്ഥിരം പങ്ക്തി എഴുതിയിരുന്നു. മാധ്യമത്തിൻ്റെ വാരാദ്യ പതിപ്പിൽ സ്ഥിരമായിട്ട് കോളം എഴുതിയിരുന്നു പവനൻ ഒരു കാലത്ത്. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും അനാചാരങ്ങൾക്കെതിരായിട്ടും മറ്റു പൊതുവിലുള്ള അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയ നിലപാടുകളൊക്കെ പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളെക്കുറിച്ചും ആ കാലത്ത് സ്ഥിരമായിട്ട് കോളം എഴുതിക്കൊണ്ടിരുന്നു. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിരുന്നു വന്നിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അദ്ദേഹം ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് അദ്ദേഹം യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കെ ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയിരുന്നു. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിക്ക് പോകുമ്പോൾ ഞാൻ പവനനെ കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഈ മാധ്യമം പത്രത്തിൽ എഴുതുന്നത് അതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച്, ഒരു യുക്തിവാദി അത് എഴുതുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പവനന് അതിൽ ഒരു കുഴപ്പമില്ലല്ലോ, അത് ഒരു നല്ല പത്രമല്ലേ എന്ന രീതിയിലാണ് ആദ്യം എന്നോട് സംസാരിച്ചത്. അപ്പോൾ മാധ്യമം ഒരു നല്ല പത്രമാണ്, നിഷ്പക്ഷ പത്രമാണ് എന്ന പൊതുബോധം സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള ബുദ്ധിജീവികൾക്കിടയിൽ പോലും പ്രചരിപ്പിക്കുന്നതിൽ ഇവർ വിജയിച്ചിരുന്നു. അപ്പം ഞാൻ ഇത് കാപട്യമാണ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ RSSൻ്റെ മറ്റൊരു ബദലാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ പവനനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അതൊക്കെ കേട്ടിരുന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനൊരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം പറയാം. എഴുതുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അനാചാരത്തെയോ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തെയോ പരാമർശിക്കുന്ന 2-3 വരി ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് അയച്ചു നോക്കൂ. അപ്പോൾ അറിയാം മാധ്യമം എത്രത്തോളം പുരോഗമനപരമാണ് എന്ന്. അപ്പോൾ പവനൻ അത് സമ്മതിക്കുകയും അദ്ദേഹം ഒരു ബലിപെരുന്നാളിൻ്റെ സീസണിൽ മൃഗബലിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയാക്കുകയും ചെയ്തു. പൊതുവിൽ മൃഗബലി എന്ന അനാചാരം ഏത് കാലത്ത് തുടങ്ങി, അതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന മൃഗബലിയെക്കുറിച്ച് ഒരു വിമർശനാത്മകമായിട്ടുള്ള ചില പരാമർശനങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പങ്ക്തിയിലേക്ക് അയച്ചു കൊടുത്തു. ആ വീക്കെൻഡിൽ വന്ന മാധ്യമത്തിൽ പവനൻ്റെ പങ്ക്തി തന്നെ കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ പവനൻ വിളിച്ച് ചോദിച്ചു, മാധ്യമത്തിൻ്റെ ഓഫീസിലേക്ക് എഡിറ്ററെ വിളിച്ച് ചോദിച്ചു, എൻ്റെ പങ്ക്തി എന്താണ് ഇത്തവണ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇത്തവണ അയച്ച കുറിപ്പ് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പോളിസിക്കെതിരാണ്, ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള ഇത്തരം വിമർശനങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നവർ തുറന്നു പറഞ്ഞു. അപ്പോൾ പവനും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പങ്ക്തി അങ്ങ് നിർത്തിയേക്ക്, ഞാൻ ഇനി നിങ്ങൾക്ക് ലേഖനങ്ങളൊന്നും അയക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെയും പറഞ്ഞ് അന്ന് കോല് മുറിച്ചിട്ട് ഇറങ്ങിപ്പോന്നതാണ് പവനൻ മാധ്യമത്തിൽ നിന്ന്. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്നതും ഞാൻ തന്നെ ഇടപെട്ടതുമായിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവരായിട്ടുള്ള ബന്ധം മുറിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പവനൻ്റെ ഒരു പോസ്റ്റ് കാർഡ് വരുന്നു. ജബ്ബാർ പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പ് അയച്ചിരുന്നു, അതവർ പ്രസിദ്ധീകരിച്ചില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ അവരിതിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാർഡും അദ്ദേഹം അയച്ചു. പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആ ഒരു അനുഭവം. ഇതേപോലെ ആ കാലത്ത് ഒരുപാട് മതേതര ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. കെ വേണു സ്ഥിരമായിട്ട് അവരുടെ പത്രത്തിൽ എഴുതിയിരുന്നു. കെ വേണു ഇതുപോലെ ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. സിവിക് ചന്ദ്രൻ എഴുതിയിരുന്നു. സിവിക് ചന്ദ്രനും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി എന്ന് പറയുന്നു. PA പൗരൻ എഴുതിയിരുന്നു. അദ്ദേഹത്തിനും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാധ്യമത്തിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായി. അതുപോലെ ആനന്ദ്, മാധ്യമം വീക്കിലിയിൽ ആനന്ദ് എഴുതുമായിരുന്നു. ഒരിക്കൽ ആനന്ദ് ഒരു ലേഖന പരമ്പര വീക്കിലിയിൽ കൊടുത്തു. കുറേ പാർട്ടായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നീണ്ട ലേഖനം കൊടുത്തു. ആ ലേഖനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രസിദ്ധീകരിച്ചു വന്നു. സെക്കൻഡ് പാർട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ
വിമർശിക്കുന്ന ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ആ സെക്കൻഡ് പാർട്ടിൽ ആ ഭാഗം വരുന്ന ലേഖനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡിക പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ബാക്കി അവർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആനന്ദ് അവരെ വിളിച്ചിട്ട് നിങ്ങളെന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആനന്ദിനോടും അവർ ഇതേ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ. അപ്പോൾ മാധ്യമം വീക്കിലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമും ജമാഅത്ത് ഇസ്ലാമിയും അതൊന്നും വരാത്ത ഒരു സാധനമാണ്. വളരെ സെക്കുലർ മുഖം കാണിച്ചുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള വാരികകളുടെ കൂട്ടത്തിലൊന്ന് എന്ന വ്യാജേനയാണ് മാധ്യമം വീക്കിലി അന്ന് പ്രവർത്തിച്ചിരുന്നത്. ആ വീക്കിലി ഇങ്ങനെ ഒരു ലേഖനം ജമാഅത്തെ ഇസ്ലാമിയെ പരാമർശിക്കുന്ന ആനന്ദിൻ്റെ ഒരു വാചകം വരാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് അവർക്കുണ്ടായിരുന്നു. ആനന്ദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ അതിൻ്റെ ബാക്കി പ്രസിദ്ധീകരിക്കേണ്ട, ആ ലേഖനം പറ്റുമെങ്കിൽ തിരിച്ചു തന്നോളൂ, എന്തായാലും ഞാൻ ആ ലേഖനം ഇനി നിങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പിണങ്ങിപ്പിരിഞ്ഞ് ആനന്ദ് ഈ ലേഖനം പൂർണ്ണ രൂപത്തിൽ കലാകൗമുദി വീക്കിലിയിൽ കൊടുത്തു. മാത്രമല്ല, മാധ്യമം വീക്കിലിയിൽ നിന്നുണ്ടായ ഈ ദുരനുഭവം ആ ലേഖനത്തിൻ്റെ മുകളിൽ അനുബന്ധമായിട്ട് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കാനും എഴുതി കൊടുത്തു. അതെല്ലാം പ്രസിദ്ധീകരിച്ചുകൊണ്ട് കലാകൗമുദി ഇവരുടെ കാപഢ്യം തുറന്നു കാണിച്ചു. അതോടുകൂടിയാണ് മാധ്യമത്തിൻ്റെ തനിനിറം ഒരുപാട് സാഹിത്യകാരന്മാർക്കൊക്കെ മനസ്സിലായത്. ഇതാണ് മറ്റൊരു അനുഭവം. ഈ കാര്യത്തെക്കുറിച്ച് ആനന്ദ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത്. കെ വേണു അതുപോലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം. ഇങ്ങനെ പരസ്യത്തിൽ പോലും വലിയ മൂല്യം ആദർശവും പറഞ്ഞിരുന്ന ഈ മാധ്യമം പത്രം അതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാ കോപ്പിയും ഞാൻ വീട്ടിൽ വാങ്ങാറുണ്ടായിരുന്നു. വാങ്ങിയിട്ട് വളരെ സൂക്ഷിച്ച് വായിക്കാറുണ്ടായിരുന്നു. അതിനകത്തുള്ള പരസ്യങ്ങളുൾപ്പെടെ അതിനകത്തുള്ള എല്ലാ വാർത്തകളും സൂക്ഷ്മമായിട്ട് ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവരുടെ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ മാത്രം കൊടുക്കുന്ന പേജിൽ ഞാനൊരു ചെറിയ പരസ്യം കാണുന്നു. കിഡ്നി ആവശ്യമുണ്ട് എന്നായിരുന്നു ആ പരസ്യത്തിൻ്റെ ഹെഡിങ്. ആ പരസ്യം ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് ഒരു കിഡ്നി ആവശ്യമുണ്ട്, മുസ്ലിമിൻ്റെ കിഡ്നി വേണ്ടത് എന്ന് പറഞ്ഞിട്ടായിരുന്നു പരസ്യം. അപ്പോൾ മുസ്ലിമിൻ്റെ കിഡ്നി വേണം എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കുന്നത് ഏത് പത്രത്തിലാണ്? പരസ്യത്തിൻ്റെ പേരിൽ വലിയ ആദർശം പ്രസംഗിച്ച ഒരു പത്രം. ലോട്ടറി കൊടുക്കില്ല, പെണ്ണുങ്ങളുടെ ഫോട്ടോ കൊടുക്കില്ല, സിനിമ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആദർശം, പരസ്യത്തിൻ്റെ പേരിൽ ആദർശം പറയുന്ന ഒരേ ഒരു പത്രമേ ഉള്ളൂ. ആ പത്രത്തിലാണ് മുസ്ലിമിൻ്റെ കിഡ്നി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം വന്നത്. ഞാൻ ഉടനെ ആ പരസ്യത്തിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് ഒരുപാട് പത്രങ്ങളിലേക്ക് ഒരു കുറിപ്പ് എഴുതി അയച്ചു. ഇങ്ങനെ ഒരു പത്രം പരസ്യം കൊടുത്തത് അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. അത് ചില ചെറിയ പത്രങ്ങളിൽ, അധികം പ്രചാരമില്ലാത്ത ചില ചെറിയ പത്രങ്ങളിൽ, സായാഹ്ന പത്രങ്ങളിലൊക്കെ അത് അച്ചടിച്ചു വന്നു. അതുകൊണ്ടും വേണ്ടത്ര ആളുകളൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഞാനത് കോഴിക്കോട് പിന്നെ നടന്ന ഒരു യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞു. അത് കേരള കൗമുദിയുടെ റിപ്പോർട്ടർ അത് കേട്ട് അത് വെച്ചുകൊണ്ട് വലിയ ഹെഡിങ്ങിൽ പിറ്റേന്ന് ഒരു വാർത്ത കൊടുത്തു. മുസ്ലിം കിഡ്നി ആവശ്യപ്പെട്ടു ഒരു പത്രം എന്ന് പറഞ്ഞിട്ട് മാധ്യമത്തിനെ കണക്കിന് പരിഹസിച്ചുകൊണ്ട് കേരള കൗമുദി പത്രത്തിൽ ഒരു വലിയ വാർത്ത വന്നു. അത് ഓൾ കേരള എഡീഷനിൽ ആ വാർത്ത കൊടുത്തു. സുകുമാർ അഴീക്കോട് ആ വാർത്ത വായിച്ചിട്ട് മാധ്യമത്തിൻ്റെ ഈ കാപഢ്യങ്ങൾ മുഴുവൻ തുറന്നു കാണിച്ചുകൊണ്ടും ഈ പരസ്യത്തെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം പിറ്റേ ദിവസം ഒരു പ്രധാന പത്രത്തിൽ ലേഖനം എഴുതി. അതോടുകൂടി മുസ്ലിം കിഡ്നി എന്നുള്ള മാധ്യമത്തിൻ്റെ ഒരു കാപഢ്യം കേരള സമൂഹം മൊത്തത്തിൽ അറിഞ്ഞു. അത് വലിയ നാണക്കേടാണ് മാധ്യമത്തിന് അന്നുണ്ടാക്കിയത്. അതുണ്ടാക്കുന്നതിന് മുൻകൈ എടുത്തത് ഞാനായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി ഇപ്പോഴും ഓർക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത് വലിയ വാർത്തയായപ്പോൾ പല നുണകളും പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആദ്യം പറഞ്ഞത് ഞങ്ങൾ പത്രത്തിൽ പരസ്യമല്ല, ഞങ്ങൾ ശ്രദ്ധിക്കാതെ വന്ന അബദ്ധമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് യുക്തിവാദികൾ കരുതിക്കൂട്ടി ഞങ്ങളെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല നുണകളും പറഞ്ഞുകൊണ്ട് പലയിടത്തും അവർ പലതും പറഞ്ഞുകൊണ്ട് നടന്നതായിട്ട് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇതാണ് മാധ്യമം എന്ന് പറയുന്ന പത്രം. അപ്പോൾ മാധ്യമത്തിലേക്ക് നിങ്ങൾക്ക് മതവിമർശനങ്ങൾ എഴുതി അയക്കാം. പക്ഷേ നിങ്ങൾ വിമർശിക്കുന്ന മതം ഇസ്ലാം ആകരുത്, നിങ്ങൾ പരാമർശിക്കുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി ആകരുത്. എങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ച് എന്ത് എഴുതി കൊടുത്താലും മാധ്യമം പ്രസിദ്ധീകരിക്കും. ഇതേ നിലപാട് തന്നെയാണ് മറ്റേ കൂട്ടരും. ഇനി മറ്റേ കൂട്ടരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ കൂടി പറയാം. മറ്റേ കൂട്ടർക്ക് ഭയങ്കര സ്നേഹമാണ് കേരളത്തിലെ യുക്തിവാദികളോട്. ഇവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് യുക്തിവാദികളോട്. ആ യുക്തിവാദിയുടെ പേര്
ഒരു അറബി പേരാവരുത് എന്നുള്ള ഒറ്റ നിബന്ധനയേ ഉള്ളൂ. അല്ലാത്ത യുക്തിവാദികളോടൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മാധ്യമം പത്രത്തിനൊക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. കാരണം അവരൊക്കെ അവരുടെ മതം വിട്ട് വന്നവരാണല്ലോ. ഇനിയിപ്പോൾ ഇവിടേക്ക് അധികം ദൂരമില്ലല്ലോ. അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ബഹുമാനവും ആദരവുമാണ്. അതേപോലെ തന്നെ കേരളത്തിലെ യുക്തിവാദികളോട് ഭയങ്കര സ്നേഹമുള്ളൊരു കൂട്ടരാണ് നമ്മുടെ ജന്മഭൂമിയുടെ ആൾക്കാർ. എങ്ങനെയുള്ള യുക്തിവാദികളോട്? ഹിന്ദു നാമധാരികളല്ലാത്ത യുക്തിവാദികളോട്. ക്രിസ്ത്യൻ നാമധാരികളോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളോ ആയിട്ടുള്ള യുക്തിവാദികളുണ്ടെങ്കിൽ അവർ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കര ആദരവും സ്നേഹവുമാണ് ഈ കൂട്ടർക്ക്. ആ സ്നേഹം ഒരുപാട് അനുഭവിച്ച രോമാഞ്ചമണിഞ്ഞ ഒരാളാണ് ഞാൻ. അവർ ഈ കാലത്ത്, ഇപ്പോൾ ഈ 87 കാലത്തിൽ, ഇപ്പോൾ ഈ മാധ്യമമൊക്കെ ഇറങ്ങുന്ന ഒരു കാലത്ത് ശരീഅത്ത് വിവാദമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അന്ന് നമ്മുടെ ലേഖനങ്ങളൊക്കെ ദേശാഭിമാനിയിലും മാതൃഭൂമിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നൊരു കാലമാണ്. ആ കാലത്ത് ഇവരുടെ ആൾക്കാർ നമ്മളെ തേടി പിടിച്ചു വന്നു, ഈ ജന്മഭൂമിയുടെ ആൾക്കാർ. അവർ എന്നോട് പറഞ്ഞ്, നിങ്ങൾ എഴുതുന്ന ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്, അതുപോലെയുള്ള നിങ്ങളുടെ മതവിമർശന ലേഖനങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് എഴുതി തരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ടൊരു കോളം വെച്ചുകൊണ്ട് നിങ്ങളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാം, കേസരിയിലോ അല്ലെങ്കിൽ ജന്മഭൂമിയിലോ പ്രസിദ്ധീകരിക്കാം എന്നായിരുന്നു അവരുടെ ഓഫർ. അങ്ങനെ പ്രസിദ്ധീകരിക്കാമെന്ന് മാത്രമല്ല അതിന് കാശും തരാം എന്നും ഓഫർ വെച്ചിരുന്നു. ഞാനതിന് ആലോചിച്ച് പറയാമെന്നൊരു മറുപടി പോലും അല്ല പറഞ്ഞത്. എനിക്കൊട്ടും ആലോചിക്കാനുണ്ടായിരുന്നില്ല ആ കാലത്ത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ വിമർശനങ്ങൾ നടത്തുന്നത് കേസരി വായിക്കുന്ന അല്ലെങ്കിൽ ജന്മഭൂമി വായിക്കുന്ന ആളുകളോട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് കൊണ്ടല്ല. ആ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വിമർശനവും നടത്തുന്നില്ല. എൻ്റെ വിമർശനങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പൊതു മതേതര സമൂഹമാണ്. ആ രണ്ട് കൂട്ടരും വായിക്കുന്ന ഒരു പത്രത്തിലോ മാധ്യമത്തിലോ ആണെങ്കിലേ ഞാൻ എഴുതുള്ളൂ. നിങ്ങളുടെ പത്രത്തിൽ എഴുതാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പോയതാണ്. ഇതേ ഓഫറുമായിട്ട് പിന്നെയും പല കാലത്തും ഇവരുടെ ആളുകൾ വന്നിട്ടുണ്ട്. ജനം ടി വി വന്ന സമയത്തും ആ ജനം ടി വിയിലെ പല ചർച്ചകൾക്കും എന്നെ അവർ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ജനം ടി വി കാണുന്നവരോടോ ജന്മഭൂമി വായിക്കുന്നവരോടോ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മതേതര പൊതുസമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടുമാണ്. അവർ കേൾക്കുകയും അവർ വായിക്കുകയും ചെയ്യുന്ന മീഡിയ ആണെങ്കിൽ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കും. നിങ്ങളുടെ മാധ്യമം ഉപയോഗിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഞാൻ അവരോട് മറുപടി പറഞ്ഞത്. പ്രലോഭനങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഒരു പ്രലോഭനത്തിൻ്റെ മുമ്പിലും നമ്മൾ തലകുനിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് വലിയ നേട്ടം ഉണ്ടാവും, കാരണം അത് വളരെ സേഫായിട്ടുള്ള ഒരു സോണാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ടും മറ്റ് പലതരത്തിലും നമുക്ക് നേട്ടം ഉണ്ടാവും. പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിപരമായിട്ടൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വളരെ കൃത്യമായിട്ടൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, വ്യക്തിപരമായ ലക്ഷ്യമല്ല, ഒരു സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് ഇനിയും ഞാൻ ആ നിലപാട് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ശ്യാംകുമാർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇവിടെ തെറ്റിൻ്റെയും ശരിയുടെയും പ്രശ്നമല്ല. നമുക്കൊക്കെ അവകാശമുണ്ട്. ഇപ്പോൾ എനിക്ക് ജന്മഭൂമിയിൽ എഴുതാനോ അല്ലെങ്കിൽ ജനം ടി വിയിൽ പോയിട്ട് ഇസ്ലാം വിമർശനം നടത്താനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ലീഗലായിട്ടുമുണ്ട്, ധാർമ്മികമായിട്ടുണ്ട്, എല്ലാ നിലക്കും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ലക്ഷ്യവുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് അതിൽ ഞാനൊരു അനൗചിത്യം കാണുന്നു, അത്രേ ഉള്ളൂ. ആ അനൗചിത്യം കാരണമാണ് നമ്മൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ മാധ്യമത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പവനൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതൊരു നല്ല മാധ്യമമാണെന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. കേരളത്തിലെ ഒരു പൊതുധാരയിൽ നിൽക്കുന്ന ബുദ്ധിജീവികളൊക്കെ, മതേതര ബുദ്ധിജീവികളൊക്കെ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളുടെ ഇടയിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള വർഗീയ മതമൗലികവാദ സംഘടനയാണെന്നും അവരാണ് എല്ലാ തീവ്രവാദത്തിനും, ഇന്ന് ലോകത്ത് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന താലിബാൻ, ISIS തുടങ്ങിയിട്ടുള്ള ഭീകരവാദികൾക്കടക്കം താത്വികമായി അടിത്തറ നൽകുന്ന മതവ്യാഖ്യാനം നടത്തിയ ആളാണ് മൗദൂദി എന്നും ആ മൗദൂദിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും തിരിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഈ കാര്യത്തിലൊക്കെ ഇവരെക്കുറിച്ചൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഇവരുടെ ഈ മുഖംമൂടികൾ കണ്ടിട്ട്, ഇവരുടെ ആട്ടിൻതോല് കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ പുരോഗമനവാദികളാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ളതാണ്.
കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് പുരോഗമന വിഭാഗമെന്നോ, ഏതൊക്കെയാണ് യാഥാസ്ഥിതികരെന്നോ, ഏതൊക്കെയാണ് തീവ്രവാദികളെന്നോ, ഏതൊക്കെയാണ് മൗലികവാദികളെന്നോ, ആരാണ് ഏറ്റവും അപകടകാരികളെന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല. ആ ഒരു നന്മയെ ഇവിടുത്തെ മതേതര പൊതുസമൂഹത്തിൻ്റെ ആ ഒരു ലിബറൽ നന്മയെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ പ്രവർത്തിക്കുന്ന മതഭീകരവാദ സംഘടനകൾ. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും കാപട്യം കാണിക്കുന്ന, കുറുക്കൻ്റെ ബുദ്ധി കാണിക്കുന്ന കൂട്ടരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ. പിന്നെ പോപ്പുലർ ഫ്രണ്ട് അതുപോലെയുള്ള കുറേ സാധനങ്ങൾ, കുറേ തീവ്രവാദികളും ഇതേപോലെ തന്നെ കേരളത്തിലെ മതേതര ബുദ്ധിജീവികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്ക് ഇതുപോലെയുള്ള ഇടം നൽകുകയും തങ്ങളുടെ കയ്യിലുള്ള പണം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് മതേതര സമൂഹത്തെ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർ, ഇപ്പോൾ ഈ ജന്മഭൂമി പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ വർഗീയവാദികളും ഈ മാധ്യമവും മീഡിയ വണ്ണും പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിക മതരാഷ്ട്ര തീവ്രവാദികളും, ഈ രണ്ട് കൂട്ടരും കേരളത്തിലെ മതേതര സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ തങ്ങളുടെ മതരാഷ്ട്രീയവും തങ്ങളുടെ സങ്കുചിതമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയവും വേരുപിടിപ്പിക്കുന്നതിന് വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന രണ്ട് കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല, ഉചിതമല്ല എന്ന ഒരു നിലപാട് എനിക്ക് ഈ കാര്യത്തിലുണ്ട്. അതേ സമയത്ത് നമുക്ക് വേണമെങ്കിൽ, യുക്തിവാദികൾക്കും സ്വതന്ത്ര ചിന്തകർക്കും ഒക്കെ വേണമെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ കൂടി പ്രയോജനപ്പെടുത്താം. അതിൽ വലിയ തെറ്റുണ്ട് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഔചിത്യവും ഈ തെറ്റും സാങ്കേതികമായ ശരിയുമൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ നിലപാടെടുത്ത സമയത്ത് തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ ആവശ്യവുമായിട്ട് ആനക്കയം സെയ്ദ് മുഹമ്മദിൻ്റെ അടുത്തും ഇവർ വന്നു. ആനക്കയം സെയ്ദ് മുഹമ്മദ് അന്ന് എല്ലാ യുക്തിവാദ പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലൊക്കെ ഈ ഇസ്ലാം വിമർശനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ സെയ്ദ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ലേഖനങ്ങൾ, നിങ്ങൾ പ്രസിദ്ധീകരിച്ചതായാലും വേണ്ടില്ല, നിങ്ങളുടെ കയ്യിലുള്ള ലേഖനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ ഒരു പങ്ക്തി തുടങ്ങിക്കൊണ്ട് അതിനകത്ത് പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞ് ജന്മഭൂമിക്കാർ വന്നപ്പോൾ സെയ്ദ് മുഹമ്മദ് അതെല്ലാം കൂടെ വാരി കെട്ടി അവർക്ക് കൊടുത്ത്. അങ്ങനെ ജന്മഭൂമിയിൽ സെയ്ദ് മുഹമ്മദിൻ്റെ ലേഖനങ്ങളിങ്ങനെ പങ്ക്തിയായിട്ട് വരാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ സെയ്ദ് മുഹമ്മദിൻ്റെ വീട്ടിൽ പോയി സെയ്ദ് മുഹമ്മദിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മതവിമർശന ലേഖനങ്ങൾ ഈ ജന്മഭൂമി പോലെയുള്ള RSSൻ്റെ പത്രത്തിൽ കൊടുക്കുന്നത് ഒരു ഉചിതമല്ലാത്ത കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സെയ്ദ് മുഹമ്മദ് എന്നോട് പറഞ്ഞ ഒരു മറുപടി, വേറെ ആരും ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കില്ലല്ലോ, നമ്മുടെ യുക്തി വിചാരത്തിലും യുക്തിരേഖയിലും ഇത് വന്നതുകൊണ്ട് ഒരു 10-100 ആൾ കാണുന്നില്ലാതെ കേരളത്തിലൊരു പൊതുസമൂഹം ഇത് കാണുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ പ്രസിദ്ധീകരിക്കുന്ന പത്രം ഇവരുടെ ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതല്ലേ നല്ല, അങ്ങനെയെങ്കിലും 10 ആൾ ഇത് വായിക്കട്ടെ എന്നൊരു അഭിപ്രായം സെയ്ദ് മുഹമ്മദ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ സെയ്ദ് മുഹമ്മദിനോട് പറഞ്ഞു, ഈ ജന്മഭൂമിയൊക്കെ RSSകാരും BJPക്കാരും അല്ലാതെ വേറെ ആരും വായിക്കില്ലല്ലോ, പിന്നെ ഇപ്പോൾ അതിൽ അവർ RSSകാരും BJPക്കാരും ഇസ്ലാം വിമർശനം വായിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അതിന് സെയ്ദ് മുഹമ്മദ് പറഞ്ഞൊരു മറുപടി, RSSകാരും BJPക്കാരുമാണ് വീട്ടിൽ പത്രം വരുത്തിയിട്ട് വായിക്കുക, പക്ഷേ ലൈബ്രറികളിൽ ഈ പത്രം ഉണ്ടാവും. ഇപ്പോൾ മഞ്ചേരി ലൈബ്രറിയിൽ പോയി നോക്കിയാൽ ശരിയാണ്, സെയ്ദ് മുഹമ്മദ് പറഞ്ഞാൽ ശരിയാണ്, അവിടെ ജന്മഭൂമി പത്രമുണ്ട്, എല്ലാ പത്രവും ഇടുന്ന ലൈബ്രറികളിൽ ജന്മഭൂമി പത്രം ഉണ്ടാവും. അപ്പോൾ ലൈബ്രറിയിൽ വന്ന് പത്രം വായിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാ പത്രവും വായിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ലേഖനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തലക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിക്കും. അപ്പോൾ അങ്ങനെ ഒരു 10-100 പേര്, കേരളത്തിൽ മൊത്തം 10-100 പേരെങ്കിലും നമ്മുടെ ലേഖനം വായിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പേര് മുസ്ലിങ്ങളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരും വായിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് സെയ്ദ് മുഹമ്മദ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം മുട്ടി, പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താം, പക്ഷേ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ആർക്കാണ് നമ്മൾ ഈ ആശയം നൽകുന്നത് എന്ന് വെച്ചാൽ അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ മുമ്പിലേക്കോ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ എത്തുള്ളൂ. കൂടുതലായിട്ട് എത്തിപ്പെടുന്നത് ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാനും നമ്മളുടെ ആശയങ്ങൾ പോലും എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് നമ്മൾ ഈ ആശയം നൽകുന്നത് എന്നതുകൊണ്ടാണ് അവരുടെ പത്രങ്ങളിൽ നൽകുന്നത് ഉചിതമല്ല എന്ന നിലപാട് ഞാൻ എടുക്കുന്നത്. പക്ഷേ അതിലും വലിയ യുക്തിയൊന്നുമില്ല. കാരണം ഇപ്പോൾ അവരുടെ പത്രങ്ങളിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മതവിമർശനം നടത്തുന്ന ഒരു കാലത്ത് നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്, അതെല്ലാവർക്കും കിട്ടും, ആവശ്യമുള്ളവരൊക്കെ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ പറയുന്നതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ സ്വീകരിച്ചു വന്ന ഒരു നിലപാട്, ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാട് ഇതായിരുന്നു എന്നാണ്
ഞാനീ പറയുന്നത് ഒരുപാട് പ്രലോഭനങ്ങൾ വരുമ്പോഴും നമ്മൾ ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ നമ്മൾ നമ്മുടെ ആശയത്തോടും ആദർശത്തോടും നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് ഇന്നുവരെ ചെയ്തിട്ടുള്ളത്. അത് ഇനിയും തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്ക് ഇത് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ളൊരു ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നത്. മറിച്ച് ഒരു സമൂഹത്തെ ഗ്രസിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും ആ സമൂഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു സാമൂഹ്യ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. ആ നിലക്കാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ സ്വീകരിച്ചു എന്നതുകൊണ്ട് എല്ലാവരും ഈ നിലപാട് സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ സെയ്ദ് മുഹമ്മദ് പറഞ്ഞതുപോലെയുള്ള ന്യായങ്ങൾ നിരത്തുകയാണെങ്കിൽ നമുക്കതിന് മറുപടിയൊന്നും പറയാനില്ല. മറ്റു പത്രങ്ങളൊന്നും ഇത് കൊടുക്കില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ മാധ്യമം പത്രത്തിൽ എൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മാതൃഭൂമിയിലും മറ്റ് മനോരമയിലും കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം മാധ്യമത്തിൽ കൊടുക്കാനാണ്. കാരണം മാധ്യമം വായിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നൊരു സമൂഹമാണ് എന്നതുകൊണ്ട് അതിൽ വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മാധ്യമം അത് കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല എന്നുള്ളതിന് നമുക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ അതിലുള്ള ഒരു അനുഭവം കൂടെ പറയാം, ഇവരുടെ കാപഡ്യ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. മുമ്പ് ഒരു 10-25 വർഷം മുമ്പാണ് തസ്നീബാനുവുമായി ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ പെൺകുട്ടിയെ അതിഭീകരമായി അധിക്ഷേപിച്ചുകൊണ്ട് മാധ്യമത്തിൽ സ്ഥിരമായിട്ട് മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അതിനെതിരായിട്ട് എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കുറിപ്പെഴുതി. ആ കുറിപ്പെഴുതിയിട്ട് ഞാനത് പത്രങ്ങളിലെ ഈ പ്രതികരണ കോളത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ആയിരുന്നു നമ്മളന്നുണ്ടായിരുന്നത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ പത്രങ്ങളുടെയും പെട്ടിയിൽ അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഇട്ടു. ഒരു 10-25 കോപ്പി എടുത്തിട്ട് എല്ലാ പെട്ടിയിലും ഇട്ടു. ജന്മഭൂമിയിൽ മാത്രം ഇട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജന്മഭൂമിയുടെ പെട്ടി അവിടെ ഉണ്ട്, ബാക്കി എല്ലാ പെട്ടികളിൽ ഇടുകയും ജന്മഭൂമിയിൽ ഇടാതിരിക്കുകയും എൻ്റെ കയ്യിൽ ബാക്കി വന്ന ഒരു 5-6 കോപ്പി ഞാൻ ആ പ്രസ് ക്ലബ്ബിലെ മേശപ്പുറത്ത് ഇട്ടിട്ട് പോരുകയും ചെയ്തു. പിറ്റേ ദിവസം എന്താ സംഭവിച്ചെന്നറിയോ? ഈ 10-25 പെട്ടിയിൽ നിക്ഷേപിച്ച് പോന്ന എൻ്റെ ലേഖനം ഞാൻ ഏത് പെട്ടിയിലാണോ ഇടാതെ പോകുന്നത് ആ പത്രത്തിൽ വലിയ 4 കോളം ഹെഡിങ്ങിൽ വലിയൊരു ലേഖനമായിട്ട് എൻ്റെ കുറിപ്പ് പ്രസിദ്ധീകരിച്ചു വന്നു. ഞാൻ കൊടുത്ത പത്രങ്ങളിൽ ഒന്നും വന്നില്ല. ഞാൻ മാധ്യമത്തിലാണ് ആദ്യം ഇട്ടത്, മാധ്യമത്തിൽ വന്നില്ല, ജന്മഭൂമിയിൽ ആ കുറിപ്പ് വന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ജന്മഭൂമിയിൽ ലേഖനം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അധിക്ഷേപിക്കുന്ന കുറിപ്പുകളും കത്തുകളും ഈ മാധ്യമം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് മാധ്യമം എന്ന് പറയുന്നത്. മാധ്യമത്തിലേക്ക് അയച്ച കുറിപ്പാണ്, മറ്റു പത്രങ്ങളിലേക്ക് അയച്ച കുറിപ്പാണ്. ചില പത്രങ്ങളിൽ വന്നു കേട്ടോ, കോഴിക്കോടുള്ള ചില സായാഹ്ന പത്രങ്ങളിൽ ഒക്കെ വന്നിട്ടുണ്ട്, പ്രദീപം പോലുള്ള ചില സായാഹ്ന പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ വലിയ പത്രങ്ങളിൽ വന്നത് ജന്മഭൂമിയിൽ മാത്രമാണ്. മാധ്യമത്തിലേക്ക് അയച്ച കുറിപ്പ് അവർ കൊട്ടയിലിട്ടതിന് ശേഷം അത് ജന്മഭൂമിയിൽ വന്നപ്പോൾ ജന്മഭൂമിയിൽ ഞാൻ ലേഖനം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അധിക്ഷേപിക്കുന്ന കത്തുകൾ പ്രസിദ്ധീകരിക്കുകയാണ് മാധ്യമം ചെയ്തത്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഭൂലോക കാപട്യം, അതിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പേരാണ് മാധ്യമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാധ്യമം പത്രത്തെയും അവരുടെ മാധ്യമങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ സ്വതന്ത്ര ചിന്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് ഉചിതമല്ല എന്ന ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പൊതുവിലുള്ളത്. പക്ഷേ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അവകാശം, അത് പ്രസിദ്ധീകരിക്കാനുള്ള പത്രങ്ങളുടെ അവകാശം, സ്വാതന്ത്ര്യം, ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെതിരായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലും തർക്കമില്ല. ഒരിക്കൽ കൂടി ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ച മാധ്യമത്തിനും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതേ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരും മതേതര ബുദ്ധിജീവികളും ഒക്കെ പരിഗണിക്കുന്നത് നല്ലതാണ് എന്ന്, ഉചിതമാണ് എന്ന ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വയ്ക്കുന്നു.